ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങൾ ഹൈദരാബാദിൽ ചെന്നിട്ടുള്ള ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇന്ന് എവിടെയൊക്കെയാണ് പോണത്, എന്തൊക്കെ ഫുഡാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്, അതൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് ഞങ്ങൾ ചൂസ് ചെയ്തത് ഗോൽക്കൊണ്ട ഫോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അവിടെ ചെന്നിട്ട് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഫസ്റ്റ് തന്നെ പോയി ടിക്കറ്റ് എടുക്കാൻ. ടിക്കറ്റ് ഞങ്ങൾ ഓൺലൈനായിട്ടാണ് എടുത്തത്. ഒരാൾക്കൊരു 25 രൂപയാണ് അവിടെ ടിക്കറ്റ് ആവുന്നത്. അപ്പോൾ ഹൈദരാബാദിലെ തന്നെ ഒരു പ്രശസ്തമായിട്ടുള്ളൊരു കോട്ടയാണിത്. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഈ കോട്ടയുടെ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇതൊരു ചെറിയൊരു കോട്ടയായിരുന്നു. പിന്നീട് ഇത് കുത്തബ് ഷാഹി ഭരണാധികാരികൾ അതിനെ വൻ സൈനിക കോട്ടയെ വികസിപ്പിച്ചു. ഏകദേശം 400 വർഷത്തോളം ഇത് ദക്ഷിണേന്ത്യയിലെ പ്രധാന ഭരണ വാണിജ്യ കേന്ദ്രമായിരുന്നു. അതുപോലെ തന്നെ വലിയ ഗ്രാനൈറ്റ് കല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ കോട്ട ഫുള്ള് നിർമ്മിച്ചിരിക്കുന്നത്. 8 വലിയ കവാടങ്ങളാണ് ഈ കോട്ടയ്ക്കുള്ളത്. അതുപോലെ തന്നെ സുരക്ഷയ്ക്കായിട്ട് കുറേ രഹസ്യ വഴികളൊക്കെ ഈ കോട്ടയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ കോട്ടയുടെ ഏറ്റവും മുകളിലായിട്ട് ഒരു അമ്പലമുണ്ട്. അവിടെ ഒത്തിരി പേര് പ്രാർത്ഥിക്കാനും കാര്യങ്ങൾക്കൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഫ്രണ്ടിൽ കയറി വരുമ്പോൾ തന്നെ ഒരു ക്ലാപ്പിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു പോയിൻ്റ് ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് ക്ലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലായിടത്തേക്കും കേൾക്കുകയും ചെയ്യും. അതുപോലെ ഭയങ്കര എക്കോ ആയിട്ട് ഭയങ്കര വൈബ്രേഷനായിട്ട് കേൾക്കാൻ സാധിക്കും. അതുപോലെ ഈ കോട്ടയുടെ മുകളിൽ നമ്മൾ പോയി നോക്കുമ്പോൾ തന്നെ നല്ല ഹൈദരാബാദ് സിറ്റി ഫുള്ള് വ്യൂ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ബ്യൂട്ടിഫുൾ വ്യൂ തന്നെയാണ് അവിടെ ഞങ്ങൾക്ക് ലഭിച്ചത്. അതുപോലെ തന്നെ ഞങ്ങളൊരു ഉച്ച കഴിഞ്ഞിട്ടുള്ളൊരു ടൈമിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് വേറെ സ്ഥലത്ത് പോകേണ്ടതുകൊണ്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. ആ ഒരു ടൈമിൽ നല്ല വെയിലായിരുന്നു അവിടെ. പക്ഷെ ഒരു വൈകിട്ടുള്ളൊരു ടൈമിലേക്ക് പോവുകയാണെങ്കിൽ നല്ല അടിപൊളി ക്ലൈമറ്റ് കിട്ടാനായിട്ട് നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അവിടെ നമ്മളിപ്പോൾ ഈ ഏപ്രിൽ മെയ് ആ ടൈമിലൊക്കെ പോവുകയാണെങ്കിൽ ഭയങ്കര ചൂടാണ്. അപ്പോൾ ഒരു കുപ്പി വെള്ളം എടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഞങ്ങൾ പോയപ്പോൾ അതിന് മുകളിൽ പൈപ്പ് കണക്ഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞങ്ങളവിടെ ചെന്നപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടായിരുന്നില്ല. ഇത് കഴിഞ്ഞ് ഞങ്ങൾ നെക്സ്റ്റ് പോയത് കുത്തബ് മിനാറിലേക്കാണ്. അവിടെ ഇങ്ങനെ ഭയങ്കര തിരക്കായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ. അവിടെ ഏറ്റവും കൂടുതൽ കുറേ കടകളും കുറേ വള ഉണ്ടാക്കുന്ന കടകളും അങ്ങനത്തെ നമ്മൾ ഡ്രസ്സൊക്കെ ഷോപ്പ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അതുപോലെ തന്നെ അവിടെ കുറേ ഫുഡ് സ്പോട്ടുകളുണ്ട്. അവിടെ പോയിട്ട് ഞങ്ങൾ ഫസ്റ്റ് ട്രൈ ചെയ്തത് മൾബറി മലായി ഡെസേർട്ടാണ്. അത് അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഞങ്ങൾ ട്രൈ ചെയ്തത് മറ്റ്ക സ്പെഷ്യൽ സാലഡാണ്. അത് കുറേ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടുള്ളതായിരുന്നു. അതും കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് പർച്ചേസൊക്കെ ചെയ്ത് അതിൽ കൂടെയൊക്കെ ഇങ്ങനെ നടന്ന് കുറേ വളകൾ ഉണ്ടാക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറേ കണ്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് ഹൈദരാബാദി ബിരിയാണി ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അത് ഷതാബ് എന്ന് പറഞ്ഞ ഒരു ഹോട്ടലിലേക്കായിരുന്നു പോയിരുന്നത്. അവിടെ ചെന്നപ്പോൾ തന്നെ ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു പ്രീമിയം സെറ്റപ്പ് ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഒരു മട്ടൻ ബിരിയാണി ഒരു ചിക്കൻ ബിരിയാണി ആയിരുന്നു. അതിനു മുമ്പ് സ്റ്റാർട്ടറായിട്ട് ഞങ്ങളൊരു മട്ടൻ്റെ ഒരു ഐറ്റം ട്രൈ ചെയ്തു. അതിൻ്റെ പേരെനിക്ക് അത്ര ഓർമ്മയില്ല, പക്ഷേ അടിപൊളി ഐറ്റം ആയിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും വന്നു. ഇതിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മട്ടൻ ബിരിയാണിയാണ്. ശരിക്കും പറഞ്ഞാൽ ഹൈദരാബാദി ബിരിയാണിയിൽ ഏറ്റവും ഗുഡായിട്ട് ഞങ്ങൾക്ക് തോന്നിയത്, ഞങ്ങൾ 2 കടയിൽ നിന്ന് ട്രൈ ചെയ്തു. പക്ഷെ 2ലും മട്ടൻ ബിരിയാണിയാണ് ഏറ്റവും മുമ്പിലേക്ക് നിൽക്കുന്നത്. പിന്നെ കടയിലെ സർവീസൊക്കെ അടിപൊളിയായിരുന്നു. അവർ നമുക്ക് എല്ലാം സെർവ് ചെയ്ത് തരുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഫസ്റ്റ് ഡേ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.